Good morning students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എ സി ജനറേറ്റർ, എ സി സിഗ്നൽ ഇവയെക്കുറിച്ചായിരുന്നു പഠിച്ചത്. എന്താണ് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് നമ്മൾ പഠിക്കുകയും അതിൻ്റെ സിഗ്നൽ എങ്ങനെയാണ് എ സി സിഗ്നൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു സൈൻ കർവ് ഉപയോഗിച്ചാണ് എ സി സിഗ്നലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് എ സി ജനറേറ്ററിൽ നിന്ന് എ സി സിഗ്നൽ ഉണ്ടാകുന്നത് അതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ ചാപ്റ്റർ 7 ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിനെ കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ടുള്ളൊരു ഡിസ്കഷനാണ് നടത്തുന്നത്. എന്താണ് സാധാരണ നമ്മൾ കോമണായിട്ട് യൂസ് ചെയ്യുന്നത് എ സി സിഗ്നലാണ്, അല്ലെ എ സി വോൾട്ടേജാണ്. എ സി എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ്, ഡി സി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറൻറ്റ്, ബാറ്ററി, സെല്ല് ഇവയിൽ നിന്നൊക്കെയുള്ള കറൻറ്റാണ് ഡയറക്റ്റ് കറൻറ്റ്. നമ്മൾ കൊമേഴ്സ്യൽ പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്നതെല്ലാം എ സി സിഗ്നലാണ്, അല്ലേ? നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റാണ്. എന്തുകൊണ്ടാണ് എ സി ഡി സിയേക്കാൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നതിന് കാരണം എന്താണ്? എ സി വോൾട്ടേജ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഫ്രം വൺ വോൾട്ടേജ് ടു അതർ. എ സിയെ നമുക്ക് വോൾട്ടേജ് ചേഞ്ച് ചെയ്യാനായിട്ട്, ഒരു വോൾട്ടേജിൽ നിന്ന് മറ്റൊരു വോൾട്ടേജിലിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഓവർ ലോങ് ഡിസ്റ്റൻസ്. നമുക്ക് എ സിയെ കൂടുതൽ ദൂരേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എ സി ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഓവർ ലോങ് ഡിസ്റ്റൻസ്. എന്നാൽ ഡി സി എന്ന് പറയുന്നത് നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഷോർട്ട് റേഞ്ചേ ഉള്ളൂ. അതുപോലെ തന്നെ ഡി സി എന്ന് പറയുമ്പോൾ ഒരു വൺ ഡയറക്ഷനേ ഉള്ളൂ. എ സി ആണെങ്കിൽ പോസിറ്റീവ് ഡയറക്ഷൻ, നെഗറ്റീവ് ഡയറക്ഷൻ, അതായത് ഫേസ് ചേഞ്ച് ഉണ്ട് എ സിക്ക്. അങ്ങനെ എ സി ഈസ് പ്രിഫേർഡ് ദാൻ ഡി സി. ഇനി നമുക്ക് എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ കമ്പോണൻറ്റ്സ് നമ്മൾ പഠിച്ചു. ഒരു റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു കോയിലാണ്. ഈ 3 കമ്പോണൻസിൽ കൂടെയുള്ള എ സിയുടെ ഫ്ലോ എങ്ങനെയാണ്, എ സി കറൻറ്റ് ഫ്ലോ ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രത്യേകതകൾ, കറൻറ്റും വോൾട്ടേജും എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. എ സി അപ്ലൈ ടു റെസിസ്റ്റർ. ഡയഗ്രത്തിലേക്ക് നോക്കുക. ഒരു റെസിസ്റ്ററിനെ എ സി സിഗ്നലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. നമ്മൾ പറഞ്ഞു എ സിയുടെ ഇ എം എഫ് E=E0 sin ωt. കറൻ്റ് ആണെങ്കിൽ I=I0 sin ωt. അതുപോലെ തന്നെ വോൾട്ടേജിന് നമുക്ക് V=V0 sin ωt എന്നൊക്കെ എഴുതാവുന്നതാണ്. അവിടെ നമ്മൾ V0 എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ്, അല്ലെ? E0 എന്ന് പറഞ്ഞാൽ മാക്സിമം ഇ എം എഫ്, കറൻറ്റ് I0 എന്ന് പറഞ്ഞാൽ മാക്സിമം കറൻറ്റ്. അപ്പോൾ എ സിയിൽ ഒരു റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിൽ എ സിയുടെ എങ്ങനെയായിരിക്കും എ സിയുടെ ആക്ഷൻ എന്ന് നോക്കാം. അപ്പോൾ അതിൽ ആ സർക്യൂട്ട് നോക്കുക. അവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് V=V0 sin ωt ആണ്. ഒരു റെസിസ്റ്ററിൽ V=V0 sin ωt എന്നാണ് എ സി വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന കറൻറ്റ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് എന്ന് പറയുന്നത് I=I0 sin ωt ആയിരിക്കും. ആ 2 ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ്? വോൾട്ടേജും കറൻറ്റും സെയിം ഫേസിലാണ്. രണ്ടും നമ്മൾ sin ωt എന്നെടുത്തേക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരു റെസിസ്റ്ററിൽ കൂടെ എ സി ഫ്ലോ ചെയ്യുമ്പോൾ ആ റെസിസ്റ്ററിലുണ്ടാകുന്ന വോൾട്ടേജും കറൻറ്റും സെയിം ഫേസിലായിരിക്കും. ഒരു റെസിസ്റ്ററിൽ കൂടെ കറൻറ്റ് ഫ്ലോ നടക്കുമ്പോൾ കറൻറ്റും വോൾട്ടേജും സെയിം ഫേസ്. വോൾട്ടേജ് ആൻഡ് കറൻറ്റ് ആർ ഇൻ സെയിം ഫേസ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞ എ സി റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഗ്രാഫ് വരയ്ക്കാം, ഗ്രാഫിക്കൽ വേരിയേഷൻ വരയ്ക്കാവുന്നതാണ്. സൈൻ കർവ്, എ സി സിഗ്നലിനെ റെപ്രസെൻ്റ് ചെയ്യാൻ സൈൻ കർവ് ഉപയോഗിക്കാം. ആ സൈൻ കർവിലോട്ട് നോക്കുക. ഗ്രാഫിക്കൽ വേരിയേഷൻ നമുക്ക് കാണാം. വോൾട്ടേജും കറൻറ്റും, V എന്നുള്ളത് വോൾട്ടേജും I എന്നുള്ളത് കറൻറ്റുമാണ്. അത് രണ്ടും സെയിം ഫേസ്. കറൻറ്റ് 0 ആയിരുന്നപ്പോൾ വോൾട്ടേജ് 0, കറൻറ്റ് 90 ആകുമ്പോൾ വോൾട്ടേജ് 90, അല്ലേ? അങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഒരു ഫേസർ ഡയഗ്രം ഉപയോഗിച്ച് ഇതിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഗ്രാഫിക്കൽ വേരിയേഷൻ വരച്ച പോലെ ഫേസർ ഡയഗ്രം ഉപയോഗിച്ച് കറൻറ്റിനെയും വോൾട്ടേജിനെയും നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. അതിന് ആ ഒരു ഫേസർ ഡയഗ്രമാണ്
അവിടെ കൊടുത്തിരിക്കുന്നത്. ഫേസർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു റൊട്ടേറ്റിംഗ് ഡയഗ്രാമാണ്. റൊട്ടേറ്റിംഗ് ആണ്. വോൾട്ടേജ് ആൻഡ് കറണ്ട് റെപ്രസെൻ്റ് ചെയ്ത് ഫേസർ ഡയഗ്രത്തിലോട്ട് നോക്കുക. വോൾട്ടേജും കറണ്ടും സെയിം ഡയറക്ഷനിലാണ്, സെയിം ഫേസിലാണ് കൊടുത്തിരിക്കുന്നത്. ഫേസർ ഡയഗ്രാം ഈസ് യൂസ് ടു റെപ്രസെൻറ്റ് ദ എ സി സിഗ്നൽ. എ സി സിഗ്നലിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെക്റ്റർ ഡയഗ്രമാണ്. വെക്റ്റർ ഡയഗ്രാം, ഫേസർ ഡയഗ്രാം ഈസ് ദ വെക്റ്റർ ഡയഗ്രാം used to represent AC signal. Voltage and current can be drawn using vectors. ഒരു റൊട്ടേറ്റിംഗ് ഡയഗ്രാം, റൊട്ടേറ്റിംഗ് ആംഗിളിൽ നമുക്കത് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഫേസർ എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്റർ ഡയഗ്രമാണ്. വിച്ച് റൊട്ടേറ്റ് അബൌട്ട്സ് ദി ഒറിജിൻ വിത്ത് ആംഗുലാർ സ്പീഡ് ഒമേഗ. A phasor is a vector which rotates about the origin with an angular speed omega. Vertical component of phasors V and I represent instantaneous values of V and I at a time t. Length of phasors give maximum amplitude of V and I. Length of phasors നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം, വിയുടെയും ഐയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. ഇനിയും എ സി വോൾട്ടേജിനെ അല്ലെ എ സി കറണ്ടിനെ നമുക്ക് മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ വാല്യൂ എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. എ സി മെഷർ ചെയ്യുമ്പോൾ RMS വാല്യൂവിലാണ് എ സി മെഷർ ചെയ്യുന്നത്. RMS വാല്യൂ എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ, അതാണ് RMS വാല്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. എങ്ങനെയാണ് അത് എടുക്കുന്നത്? ആ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ദ RMS വാല്യൂ ഈസ് ദി സ്ക്വയർ റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദി ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് ഓഫ് കറണ്ട് ടേക്കൺ ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ. ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് ഹാഫും ഒരു നെഗറ്റീവ് ഹാഫും കൂടെ ചേരുന്നതാണ് ഒരു എ സി സിഗ്നൽ, അല്ലെ ഇതിനെ നമുക്ക് സൈൻ കർവ് എന്ന് പറയാം. അതിൽ നമുക്ക് RMS വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണ് RMS വാല്യൂ കണ്ടുപിടിക്കുന്നത്? ഓരോ ഇൻസ്റ്റൻറ്റിലുമുള്ള കറണ്ട് നമ്മൾ എടുക്കുന്നു. ഇപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട്, ഇപ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റിലെയും കറണ്ടിൻ്റെ സ്ക്വയേഴ്സ് കാണും. ഓരോ പർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റൻറ്റിലുള്ള ഡിഫറെൻറ്റ് ഇൻസ്റ്റൻറ്റിലെ കറണ്ട് എടുക്കുന്നു. അതിൻ്റെ സ്ക്വയേഴ്സ് ഓഫ് ദി ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് എടുക്കുന്നു. അതിൻ്റെ മീൻ കാണുന്നു. അതിൻ്റെ മീൻ കണ്ടിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുക. അതാണ് പല ഇൻസ്റ്റൻറ്റിലെ കറണ്ടിൻ്റെ സ്ക്വയേഴ്സിൻ്റെ മീൻ കണ്ടിട്ട് സ്ക്വയർ റൂട്ട് കാണുന്നതാണ് RMS വാല്യൂ. RMS വാല്യൂ ഈസ് ദി സ്ക്വയർ റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് ഓഫ് കറണ്ട് ടേക്കൺ ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ. അപ്പോൾ നമുക്ക് കറണ്ട് ആണെങ്കിൽ IRMS എന്ന് കൊടുക്കാം, വോൾട്ടേജ് ആണെങ്കിൽ VRMS എന്ന് കൊടുക്കാം. അതിൻ്റെ ഇക്വേഷൻസ് ആണ്. IRMS ആണെങ്കിൽ I0/√2 എന്ന് എഴുതാം. VRMS ഈക്വൽസ് V0/√2. I0 എന്ന് പറഞ്ഞാൽ മാക്സിമം കറണ്ട്, V0 മാക്സിമം വോൾട്ടേജ്. RMS വാല്യൂ ഉപയോഗിച്ച് എ സിയെ നമ്മൾ മെഷർ ചെയ്യുന്നു. ഇനി നമുക്ക് എ സി വോൾട്ടേജ് അപ്ലൈഡ് ടു ആൻ ഇൻഡക്ടർ. ഒരു ഇൻഡക്ടറിൽ എങ്ങനെ നമുക്ക് എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്യാം? ഡയഗ്രത്തിലേക്ക് നോക്കുക. എ സി വോൾട്ടേജ് അപ്ലൈഡ് ടു ഇൻഡക്ടർ. നേരത്തെ നമ്മൾ പറഞ്ഞ റെസിസ്റ്ററിൽ എ സി അപ്ലൈ ചെയ്തതുപോലെ ഒരു ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ ഒരു കോയിൽ, അതിലേക്ക് എ സി സിഗ്നൽ അപ്ലൈ ചെയ്യുന്നു, വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്യുമ്പോൾ ആ ഡയഗ്രത്തിലേക്ക് നോക്കുക. V ഈക്വൽസ് V0 sin ωt എന്നുള്ള വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറണ്ടിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത് കറണ്ട് I ഈക്വൽസ് I0 sin ωt - π/2 എന്ന് കിട്ടുന്നു. അത് ആ ഇക്വേഷനിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? π/2 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. കറണ്ട് എങ്ങനെയാണ്? ലാഗ്സ് ദി വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. കറണ്ട് വോൾട്ടേജിനേക്കാൾ 90 ഡിഗ്രി പുറകിലായിരിക്കും. അതായത് എന്താണ്, വോൾട്ടേജ് ലീഡ് ചെയ്യുകയും കറണ്ട് അതിൻ്റെ പുറകിലായിട്ടായിരിക്കും നിൽക്കുന്നത്, 90 ഡിഗ്രി പുറകിലായിട്ട്. π/2. കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ 90 ഡിഗ്രി. ഒരു ഇൻഡക്ടറിൽ എ സി അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? കറണ്ട് വോൾട്ടേജിനേക്കാൾ 90 ഡിഗ്രി പുറകിൽ ആയിരിക്കും. റെസിസ്റ്ററിലാണെങ്കിൽ സെയിം ഫേസ് ആയിരുന്നു,
ഇൻഡക്ടറിലായപ്പോൾ അങ്ങനെയാണ് കറൻറ്റും വോൾട്ടേജും. അപ്പോൾ V ഈക്വൽസ് V0 സൈൻ ഒമേഗ ടി, I ഈക്വൽസ് I0 സൈൻ ഒമേഗ ടി മൈനസ് π/2 അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഗ്രാഫിക്കലായിട്ട് ഇതിനെയും നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഗ്രാഫിക്കൽ വേരിയേഷൻ ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഡയഗ്രത്തിൽ നോക്കുക. അതിന് ഫേസർ ഡയഗ്രവും നോക്കുക. വോൾട്ടേജും കറണ്ടും 90 ഡിഗ്രി ഡിഫറൻസിൽ നിൽക്കുന്ന ഫേസർ ഡയഗ്രവും അതിൽ നോക്കുക. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഒരു റെസിസ്റ്ററിന് റെസിസ്റ്റൻസ് ഉള്ളതുപോലെ തന്നെ ഒരു ഇൻഡക്ടറിനും റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ട്. അപ്പോൾ AC ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്നൊരു വാല്യൂ ഇൻഡക്ടറിനും ഉണ്ട്. അതിനെയാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. അതിനെ സൂചിപ്പിക്കുന്ന XL സഫിക്സ് L ആയിട്ട് എഴുതണം. റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ആൻ ഇൻഡക്ടർ ടു AC ഫ്ലോ ഈസ് കോൾഡ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. AC ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യുന്നു. ഇൻഡക്ടർ AC ഫ്ലോയെ ചെയ്യുന്ന റെസിസ്റ്റൻസ് വാല്യൂ ആണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ആൻ ഇൻഡക്ടർ ടു AC ഫ്ലോ ഈസ് കോൾഡ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. റെസിസ്റ്ററിനുള്ള റെസിസ്റ്റൻസ് പോലെ ഇൻഡക്ടറിനുള്ള റെസിസ്റ്റൻസ് ആണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. XL എന്നാണ് സൂചിപ്പിക്കുന്നത്. XL ഈക്വൽസ് ഒമേഗ L. അതായത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ XL ഈക്വൽസ് ഒമേഗ ഇൻറ്റു L എന്ന് എഴുതാം. ഒമേഗ ആംഗുലാർ വെലോസിറ്റി, L ഇൻഡക്റ്റൻസ് വാല്യൂ, ഇൻഡക്ടറിൻ്റെ ഇൻഡക്റ്റൻസ് വാല്യൂ. ഇനി AC അപ്ലൈഡ് ടു എ കപ്പാസിറ്റർ. എങ്ങനെയാണ് ഒരു കപ്പാസിറ്ററിൽ AC ഫ്ലോ എന്ന് നോക്കാം. ഒരു കപ്പാസിറ്ററിൽ ഉണ്ടാകുന്ന AC വോൾട്ടേജ് ഒരു കപ്പാസിറ്ററിന്, ഒരു സിംഗിൾ കപ്പാസിറ്ററിന് അപ്ലൈ ചെയ്യുക. AC അപ്ലൈ ചെയ്യുന്നുണ്ട്, AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. ഡയഗ്രത്തിലേക്ക് നോക്കുക. V ഈക്വൽസ് V0 സൈൻ ഒമേഗ ടി എന്നുള്ള ഇക്വേഷനാണ്. വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കപ്പാസിറ്ററിലുണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്നത് I ഈക്വൽസ് I0 സൈൻ ഒമേഗ ടി പ്ലസ് π/2. കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി ഓർ π/2. കറണ്ട് വോൾട്ടേജിനേക്കാൾ മുന്നിലാണ്, 90 ഡിഗ്രി മുൻപിലായിരിക്കും. കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി പ്ലസ് π/2. അതാണ് ഒമേഗ ടി പ്ലസ് π/2 എന്ന് കറണ്ട് നമ്മളവിടെ വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ V ഈക്വൽസ് V0 സൈൻ ഒമേഗ ടി, I ഈക്വൽസ് I0 സൈൻ ഒമേഗ ടി പ്ലസ് π/2 എന്ന് കിട്ടുന്നു. അവിടെ നമുക്ക് ഗ്രാഫിക്കൽ വേരിയേഷൻ കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും നോക്കുക. കറണ്ട് വോൾട്ടേജും അതിലേക്ക് നോക്കുക. ഗ്രാഫിക്കൽ വേരിയേഷൻ സൈൻ കർവ് കൊടുക്കുന്നുണ്ട്. വോൾട്ടേജ് 0 ആകുമ്പോൾ കറണ്ട് 90 ഡിഗ്രി, ആ വേരിയേഷനാണ് വരുന്നത്. ഫേസർ ഡയഗ്രം നോക്കുക. കറണ്ട് വോൾട്ടേജ് അല്ലേ, വോൾട്ടേജ് 0 ആകുമ്പോൾ കറണ്ട് 90 ഡിഗ്രിയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ഇതുപോലെ കപ്പാസിറ്ററിനും റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ട്. കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ ആണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയാം. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC എന്ന് സൂചിപ്പിക്കാം. ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ കപ്പാസിറ്റർ ടു AC ഫ്ലോ. AC ഫ്ലോ ചെയ്യുമ്പോൾ ഒരു കപ്പാസിറ്ററിനും റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു. കപ്പാസിറ്റർ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നു. ആ റെസിസ്റ്റൻസ് വാല്യൂവിനെയാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC എന്ന് പറയുന്നത്. XC ഈക്വൽസ് 1/C ഒമേഗ ആയിരിക്കും. XC ഈക്വൽസ് 1/C ഒമേഗ. C കപ്പാസിറ്റൻസ്, ഒമേഗ ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ റെസിസ്റ്റൻസിനുള്ള റെസിസ്റ്റൻസ് വാല്യൂ പോലെ തന്നെ ഇൻഡക്ടറിനും ഉണ്ട് റെസിസ്റ്റൻസ് വാല്യൂ. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, കപ്പാസിറ്ററിന് റെസിസ്റ്റൻസ് ഉണ്ട്. അതാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. AC അപ്ലൈഡ് ടു എ സീരീസ് LCR സർക്യൂട്ട്. നമ്മളിപ്പോൾ സിംഗിൾ സർക്യൂട്ട് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമുക്കിനി അടുത്ത് പറയാനുള്ളത് ഒരു ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്ററും കൂടെ സീരീസിൽ കണക്ട് ചെയ്യുന്നു. ആ സർക്യൂട്ടിനെയാണ് LCR സർക്യൂട്ട് എന്ന് പറയുന്നത്. ഒരു LCR സർക്യൂട്ടിൽ AC വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ എങ്ങനെയായിരിക്കും അവിടുത്തെ വോൾട്ടേജും കറണ്ടും നോക്കാം. അതായത് ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ ഇത് മൂന്നും കൂടെ സീരീസിൽ കണക്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. Consider the circuit containing an inductor of inductance L, resistor of resistance R, capacitor of capacitance C connected in series. An alternating voltage apply ചെയ്യുന്നു.
വി ഈക്വൽസ് വി സീറോ സൈൻ ഒമേഗ ടി അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇൻഡക്ടറിന് അക്രോസായിട്ട് വി എൽ എന്ന വോൾട്ടേജ്, കപ്പാസിറ്ററിന് അക്രോസായിട്ട് വി സി എന്ന വോൾട്ടേജ്, റെസിസ്റ്ററിന് അക്രോസായിട്ട് വി ആർ എന്ന വോൾട്ടേജും ആയിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ സെയിം കറണ്ടാണ് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. ഇൻഡക്ടറിലും കപ്പാസിറ്ററിലും റെസിസ്റ്ററിലും കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം കറണ്ടാണ്. ഐ ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട്. അവിടെ നമുക്ക് ഇതുപോലെ ഫേസർ ഡയഗ്രാം വെച്ച് ഈ എൽ സി ആർ സർക്യൂട്ടിലുണ്ടാകുന്ന കറൻറ്റും വോൾട്ടേജിനും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. ഫേസർ ഡയഗ്രത്തിലേക്ക് നോക്കുക. അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് എക്സ് വൈ ഡയറക്ഷനിൽ ഒ എ ഒ ബി ഒ സി എന്ന ഡയഗ്രത്തിലേക്ക് നോക്കുക. പി ആർ, അപ്പോൾ നമ്മൾ അവിടെ റെസിസ്റ്ററുണ്ട്, കപ്പാസിറ്ററും ഉണ്ട്, ഇൻഡക്ടറും ഉണ്ട്. റെസിസ്റ്ററിലുണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് വി ആർ ആണ്. വി ആർ ഈസ് ദ വോൾട്ടേജ് അക്രോസ് ആർ. ആ ഒ എ എന്ന ലൈനിൽ നോക്കുക, എക്സ് ഡയറക്ഷനിലുള്ളത് വി ആർ ആണ്. കറൻറ്റ് ഐയും ആയിരിക്കും. റെസിസ്റ്ററിൽ കൂടെയുള്ള കറൻറ്റ് കോമൺ ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒ എ എന്ന ഡയഗ്രത്തിലുള്ള ഒ എ എന്ന ലൈനിലാണ് അവിടെ നമ്മൾ വി ആർ വോൾട്ടേജ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഐ ആൻഡ് വി ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ എന്ന് പറഞ്ഞു. റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റും വോൾട്ടേജും സെയിം ഡയറക്ഷനിലായിരിക്കും. വി എൽ ഇസ് ദ വോൾട്ടേജ് അക്രോസ് എൽ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ വെക്റ്റർ ഒ ബി. ഒ ബിയിലേക്ക് നോക്കുക. ഒ ബി എന്ന ഡയറക്ഷനിലാണ് വി എൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു വി എൽ ലീഡ്സ് ഐ ബൈ 90 ഡിഗ്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വി സി ഇസ് ദ വോൾട്ടേജ് അക്രോസ് സി. വി സി അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നു. ഒ സി എന്ന ലെങ്തിലാണ് വി സി കൊടുത്തിരിക്കുന്നത്. വി എൽ ലാക്സ് ഐ ബൈ 90 ഡിഗ്രി. എപ്പോഴും നമുക്കറിയാം വി എൽ കറണ്ടിനേക്കാൾ 90 ഡിഗ്രി പുറകിലായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് ഫേസ് ഡിഫറൻസ് ഉണ്ടാകുന്നു ഇവിടെ അല്ലേ. വി എല്ലും വി സിയും തമ്മിലുണ്ടാകുന്ന ഫേസ് ഡിഫറൻസാണ് ഫൈ എന്ന് സൂചിപ്പിക്കാം. വി എൽ മൈനസ് വി സി ആണ് നെറ്റ് വോൾട്ടേജ്. അത് നമുക്ക് ഒ ഡി എന്ന പാർട്ടിൽ നമുക്കത് ഫേസർ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്നു. നമുക്കിവിടുത്തെ ആകെ വോൾട്ടേജ് കണ്ടുപിടിക്കാം. ആകെ വോൾട്ടേജ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ടോട്ടൽ വോൾട്ടേജ്, ഈ എൽ സി ആർ സർക്യൂട്ടിലെ വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് വി ഈക്വൽസ് സ്ക്വയർ റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ദ ഹോൾ സ്ക്വയർ. ഫേസ് ഡിഫറൻസ് വരുന്നത് ഇൻഡക്ടറും കപ്പാസിറ്ററും തമ്മിലാണ്. അതുകൊണ്ടാണ് അത് തമ്മിൽ മൈനസ് ചെയ്തിട്ട് ആ വാല്യൂ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വി ഈക്വൽസ് സ്ക്വയർ റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ദ ഹോൾ സ്ക്വയർ. ആ ഇക്വേഷനിൽ നിന്ന് നെറ്റ് വോൾട്ടേജ് നോക്കുക. വി ആർ സ്ക്വയർ റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് ഐ എക്സ് എൽ മൈനസ് ഐ എക്സ് സി ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അങ്ങനെ നമുക്ക് എക്സ് എല്ലിനും എക്സ് സിക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ നോക്കുക. വി ഈക്വൽസ് ഐ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. That is v by I equals square root of r square plus L omega minus 1/c omega the whole square. V by I is called impedance. V by I എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് ബൈ കറൻറ്റ്. വോൾട്ടേജ് ബൈ കറൻറ്റ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പഠിച്ചത്. എന്നാൽ അതൊരു എൽ സി ആർ സർക്യൂട്ടിലാകുമ്പോൾ അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എൽ സി ആർ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂവിൻ്റെ പേരാണ്, റെസിസ്റ്റൻസിനെയാണ് ഇമ്പിഡൻസ് എന്ന് പറയും. എൽ സി ആർ സർക്യൂട്ടിൽ മൂന്നും കൂടെ ഉണ്ടല്ലേ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ. ഇത് മൂന്നും കൂടെ ഉള്ള സർക്യൂട്ടാണ് എൽ സി ആർ സർക്യൂട്ട്. ഈ എൽ സി ആർ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന റെസിസ്റ്റൻസാണ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. വി ബൈ ഐ ഈക്വൽസ് ഇസഡ്. അങ്ങനെ നമുക്ക് ഇമ്പിഡൻസ് കിട്ടുന്നത് ഇസഡ് ഈക്വൽ സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടുന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പിഡൻസ് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ. ഇമ്പിഡൻസ് ഇസഡ് ആണ് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞ ഫേസ് ഡിഫറൻസ് ഉണ്ട്, വോൾട്ടേജും കറൻറ്റും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ട്. ആ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഫൈ വാല്യൂ പറഞ്ഞിരുന്നു. അങ്ങനെ ടാൻ ഫൈ കണ്ടുപിടിക്കാം. വി എൽ മൈനസ് വി സി ബൈ വി ആർ എന്ന് കിട്ടുന്നു. അത് എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ ബൈ ആർ എന്ന് നമുക്ക് ഇക്വേഷൻ എഴുതാനായിട്ട് സാധിക്കുന്നു. ഒരു എൽ സി ആർ സർക്യൂട്ട്
നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് എൽ സി ആർ സർക്യൂട്ടുകളൊക്കെ? ട്യൂണിങ് ഓഫ് റേഡിയോ റിസീവർ. ട്യൂണിങ്ങിന് ഉള്ള സർക്യൂട്ടിൽ നമുക്ക് എൽ സി ആർ സർക്യൂട്ട് ഉപയോഗിക്കാം. റേഡിയോ റിസീവറിലൊക്കെ ട്യൂൺ ചെയ്യാനായിട്ടുള്ള സർക്യൂട്ട് എന്ന് പറയുന്നത് ഈ എൽ സി ആർ സർക്യൂട്ടാണ്. ട്യൂണിങ് ഓഫ് റേഡിയോ റിസീവർ ഒക്കെയാണ്. ഒരു എൽ സി ആർ സർക്യൂട്ട് റെസൊണൻസിലെത്തുന്നു. എന്താണ് റെസൊണൻസ് കണ്ടീഷൻ എന്ന് നോക്കാം. അതായത് ഒമേഗ എൽ 1/c ഒമേഗയ്ക്ക് തുല്യമാകുമ്പോൾ ആണ് എന്താണ് ഇമ്പിഡൻസ് ഓഫ് ദ സർക്യൂട്ട് ബിക്കംസ് മിനിമം. ഇമ്പിഡൻസ് മിനിമം ആകുന്നു. എൽ ഒമേഗ 1/c ഒമേഗയ്ക്ക് തുല്യമാകുമ്പോൾ എന്ത് കിട്ടും? ഇസഡ് ഈക്വൽസ് സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇസഡ് ഈക്വൽസ് ആർ എന്ന് കിട്ടും. ഇമ്പിഡൻസ് റെസിസ്റ്റൻസിന് തുല്യമാകുന്നു. അതാണ് റെസൊണൻസ് കണ്ടീഷൻ. അല്ലെങ്കിൽ ഒമേഗ എൽ ഈക്വൽസ് 1/c ഒമേഗ. അങ്ങനെ ഒമേഗ സ്ക്വയർ ഈക്വൽസ് 1/LC എന്നെഴുതാം. അല്ലെങ്കിൽ ഒമേഗ ഈക്വൽസ് സ്ക്വയർ റൂട്ട് ഓഫ് 1/LC. ഒമേഗ ഈക്വൽസ് 2πf നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കാം. ഫ്രീക്വൻസി എഫ് ഈക്വൽസ് 1/2π സ്ക്വയർ റൂട്ട് ഓഫ് 1/LC. അതാണ് റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയാം. റെസൊണൻസ് ഫ്രീക്വൻസി ഇല്ലേ? റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു എൽ സർക്യൂട്ടിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എഫ് ഈക്വൽസ് 1/2π സ്ക്വയർ റൂട്ട് ഓഫ് 1/LC. എൽ എന്ന് പറയുന്നത് ഇൻഡക്ടറിൻ്റെ വാല്യൂ, ഇൻഡക്റ്റൻസ്, സി കപ്പാസിറ്റൻസ്. ഇപ്പോൾ റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എൽ സി ആർ സർക്യൂട്ടിൻ്റെ റെസൊണൻസ് കണ്ടീഷനിൽ മാക്സിമം കറണ്ടിനെ അഡ്മിറ്റ് ചെയ്യുന്നു. ഇമ്പിഡൻസ് മിനിമം ആകുന്നു. ഒമേഗ എൽ ഈക്വൽസ് 1/c ഒമേഗ ആയിരിക്കും. അല്ലെങ്കിൽ ഇസഡ് ഈക്വൽസ് ആർ ആയിരിക്കും. ഇമ്പിഡൻസ് റെസിസ്റ്റൻസിന് തുല്യമാകുന്നു. അപ്പോൾ മാക്സിമം കറണ്ട് അഡ്മിറ്റ് ചെയ്യുന്നു. അതാണ് മാക്സിമം ട്യൂണിങ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നതാണ്.